ഹായ് ഫ്രം പാത്വൈസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വേർഡ് ഫോർമേഷനെ കുറിച്ചിട്ടാണ്. ടു ഇൻട്രൊഡ്യൂസ് ഐ ക്യാൻ സേ ദാറ്റ് ലാംഗ്വേജ് എന്നുള്ളത് ഒരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്ഥിരമായ ഒന്നല്ല. അതൊരു ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് സിസ്റ്റമാണ്. അതായത് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭാഷ നിരന്തരം മാറുകയും പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ വന്ന പുതിയ വാക്കുകൾ രൂപപ്പെടാൻ നിരവധി രീതികളുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട്സ് ആൻഡ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്നത് രണ്ടോ അതിലധികമോ എക്സിസ്റ്റിംഗ് വേർഡ്സ് ചേർത്ത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഉണ്ടാക്കുന്ന പുതിയ വേർഡിനെ കോമ്പൗണ്ട് വേർഡ് എന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ബ്ലാക്ക് പ്ലസ് ബോർഡ് ഈക്വൽ ടു ബ്ലാക്ക് ബോർഡ്, സിക്ക് പ്ലസ് റൂം ഈക്വൽ ടു സിക്ക് റൂം. രണ്ട് വേർഡിനെ ഒന്നിച്ചിട്ട് പുതിയൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. ഇവിടെ ഒരു റൂള് വരുന്നുള്ളത്, കോമ്പൗണ്ട് വേർഡിൽ അവസാനം വരുന്ന വേർഡ്, അതായത് റൈറ്റ് സൈഡിലെ വേർഡ് ആണ്, ആ മുഴുവൻ വേർഡ് ഏത് കാറ്റഗറി, അതായത് നൗൺ ആണോ വേർബ് ആണോ എഡ്ജക്റ്റീവ് ആണോ ആണെന്ന് തീരുമാനിക്കുന്നത്. ആ റൈറ്റ് മോസ്റ്റ് വേർഡിനെ ഹെഡ് ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് ബോർഡ് നോക്കാം. ബ്ലാക്ക് പ്ലസ് ബോർഡ് ഈക്വൽ ടു ബ്ലാക്ക് ബോർഡ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയ കോമ്പൗണ്ട് വേർഡ്. ഈ ബ്ലാക്ക് ബോർഡിലെ റൈറ്റ് സൈഡിലുള്ള വേർഡാണ് ബോർഡ് എന്നുള്ളത്. ഈ ബോർഡിനെയാണ് നമ്മൾ ഹെഡ് ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ബ്ലാക്ക് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്, ബോർഡ് എന്നുള്ളത് നൗൺ ആണ്. സോ ബ്ലാക്ക് ബോർഡ് എന്നുള്ള വേർഡ് ബോർഡ് നൗൺ ആയതുകൊണ്ട് എന്ത് വരും? ഈ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഫുൾ ആയിട്ടുള്ള വേർഡ് നൗൺ ആയിട്ട് വരും. അതായത് രണ്ട് വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിന്റെ റൈറ്റ് സൈഡ് ഏത് വേർഡാണോ ഉള്ളത്, ആ വേർഡ് ഏത് ക്ലാസ്സിൽ പെട്ടതാണോ ആ ക്ലാസ് ആയിരിക്കും പുതിയ വേർഡിന്റെ ക്ലാസ് വരിക. ഫോർ എക്സാമ്പിൾ, ഫുട്ബോൾ എന്നുള്ളത്, ഫുട്ട് എന്നുള്ളത് നൗൺ ആണ്, ബോൾ എന്നുള്ളത് നൗൺ ആണ്. സോ ഫുട്ബോൾ എന്നുള്ളത് ബോൾ നൗൺ ആയതുകൊണ്ട് ഫുട്ബോൾ എന്നുള്ളത് നൗൺ ആവും. ഓവർ ഡു എന്നുള്ള വേർഡ്, ഓവർ എന്നുള്ളത് പ്രെഫിക്സ് ആണ്, ഡു എന്നുള്ളത് വേർബ് ആണ്. സോ ഡു എന്നുള്ളത് വേർബ് ആയതുകൊണ്ട് ഓവർ ഡു എന്നുള്ള വേർഡ് വേർബ് ആയിട്ട് മാറും. ഹൈ ചെയർ എന്നുള്ളത്, ഹൈ എന്നുള്ള വേർഡ് അഡ്ജക്റ്റീവ് ആണ്, ചെയർ എന്നുള്ള വേർഡ് നൗൺ ആണ്. ചെയർ നൗൺ ആയതുകൊണ്ട് ഹൈ ചെയർ എന്നുള്ള വേർഡ് നൗൺ ആയിട്ട് മാറും. This is compound word. The next one is coined word. This means മുമ്പ് ഇല്ലാതിരുന്ന വേർഡ്, അതായത് പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്ന വേർഡിനാണ് കോയിൻഡ് വേർഡ് എന്ന് പറയാം. ഒരു പുതിയ സൗണ്ട് അല്ലെങ്കിൽ വേർഡ് ഇൻവെന്റ് ചെയ്ത് അതിനൊരു മീനിങ് നൽകുക എന്നുള്ളതാണ് കോയിൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഗീക്ക് ആൻഡ് വീബ്. ഗീക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള ഒരാളെ പറയുന്ന വേർഡാണ് ഗീക്ക് എന്നുള്ളത്. മുമ്പ് ഇങ്ങനെ ഒരു വേർഡ് ഇല്ലായിരുന്നു, പിന്നീട് ഇത് അഡോളസെന്റ് സ്ലാങ് ആയി രൂപപ്പെട്ടു. ഇന്ന് ഇംഗ്ലീഷ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡായി മാറി. അതുപോലെ തന്നെയാണ് ഡ്വീബ് എന്നുള്ളത്. സോഷ്യൽ സ്കിൽസ് കുറവുള്ള ഒരു വളരെ ഷൈ ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളെ കളിയാക്കി വിളിക്കുന്ന ഒരു സ്ലാങ് വേർഡാണ് ഡ്വീബ് എന്നുള്ളത്. ഇതും ഒരു പുതിയതായി കോയിൻ ചെയ്ത ഒരു വേർഡാണ്. ദിസ് ഇസ് കോയിൻഡ് വേർഡ്. അടുത്തതായി പറയാനുള്ളത് ആക്രോണിംസ്. ഇത് ഒരു ഫ്രേസിലുള്ള ഓരോ വേർഡ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്ത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്നതാണ് ആക്രോണിം എന്ന് പറഞ്ഞാല്. ഫോർ എക്സാമ്പിൾ, റേഡർ, RA എന്നുള്ളത് റേഡിയോ, ഡിറ്റക്റ്റിംഗ്, എ എന്നുള്ളത് ആൻഡ്, അറേഞ്ചിങ്. റേഡർ എന്ന് പറയുന്ന പുതിയ വേർഡ് അവിടെ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ലേസർ. ലേസറിന്റെ ഫുൾ ഫോം ആണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. കാലക്രമേണ ആളുകൾ ഈ ഫുൾ ഫോം മറന്ന് റേഡർ, ലേസർ എന്നീ വേർഡ്സ് സാധാരണ ഇംഗ്ലീഷ് വേർഡായി ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്ക് കോമൺലി കേട്ടിട്ടുള്ള എക്സാമ്പിൾ ആണ് നെറ്റ് എന്നുള്ളത്. നെറ്റ് എക്സാം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. നെറ്റ് എന്നുള്ളത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്മൾ ആരും അതിനെ ഫുൾ ഫോം ആയി പറയാറില്ല. നെറ്റ് എന്നാണ് കോമൺലി യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള വേർഡ്സിനാണ് ആക്രോണിം എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ ഈസ് ബ്ലെൻഡ്സ്. ബ്ലെൻഡ്സ് എന്നത് രണ്ട് എക്സിസ്റ്റിംഗ് വേർഡിന്റെ ഭാഗങ്ങൾ ചേർത്ത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്നതിനാണ് ബ്ലെൻഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബ്രഞ്ച് എന്നുള്ള വേർഡ്, ബ്രഞ്ച് ഫസ്റ്റ് BR എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും UNCH എന്ന് പറയുന്നത് ലഞ്ചിന്റെ വേർഡും ഒന്നിച്ചുള്ളതാണ് ബ്രഞ്ച് എന്ന് പറയുന്നത്. എഡ്യൂടെയിൻമെന്റ്, എഡ്യൂക്കേഷനും ടൈൻമെന്റ് എന്റർടൈൻമെന്റും പ്ലസ് ചെയ്തിട്ടുള്ളതാണ് എഡ്യൂടെയിൻമെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മോട്ടൽ, മോട്ടോർ പ്ലസ് ഹോട്ടൽ എന്നുള്ളതാണ് മോട്ടൽ എന്ന് പറഞ്ഞാൽ. സ്മോക്ക് പ്ലസ് ഫോഗ് എന്നുള്ളതാണ് സ്മോഗ് എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലിപ്ഡ് വേർഡ്സ്. ഇത് ഒരു ലോങ് വേർഡിനെ ഷോർട്ട് ചെയ്ത് അതിന്റെ ഒരു ഭാഗം മാത്രം ഉപയോഗിക്കുന്നതിനാണ് ക്ലിപ്ഡ് വേർഡ്സ് എന്ന് പറയാം. അതായത് ഒറിജിനൽ വേർഡിന്റെ ഒരു ഭാഗം എടുത്ത് പുതിയൊരു വേർഡ് ഉണ്ടാക്കിയിട്ട് ആ വേർഡ് കോമൺലി യൂസ് ചെയ്യുന്നതിനാണ് ക്ലിപ്ഡ് വേർഡ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അഡ്വർടൈസ്മെന്റ് എന്നുള്ളതിനാണ് നമ്മൾ ആഡ് എന്ന് പറയാം. ആഡ് ആണ് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നുള്ളത്. മറ്റ് എക്സാമ്പിൾസ് ആണ് എക്സാമിനേഷൻ എന്നാണ് വന്നിട്ടുള്ളത്. ഫോട്ടോഗ്രാഫ് എന്നാണ് വന്നിട്ടുള്ളത്. ലബോറട്ടറി എന്ന് വന്നിട്ടുള്ളതാണ് ലാബ് എന്നുള്ളത്. മാത്തമാറ്റിക്സ് വന്നിട്ടുള്ളതാണ് മാത്സ് എന്നുള്ളത്. മൈക്രോഫോൺ എന്നാണ് വന്നിട്ടുള്ളത്. ടെലഫോൺ എന്നാണ് വന്നിട്ടുള്ളത്.
ഈ വേർഡ്സിനെയാണ് ക്ലിപ്പ്ഡ് വേർഡ്സ് എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ ഈസ് ജനറിഫൈഡ് വേർഡ്സ്. ഇറ്റ് മീൻസ് ഒരു ബ്രാൻഡിന്റെ നെയിം പിന്നീട് ഒരു കോമൺ വേർഡായി ഉപയോഗിക്കുന്നതിനാണ് ജനറിഫൈഡ് വേർഡ്സ് എന്ന് പറയാം. ഒരു കോമൺലി ഉള്ള എക്സാമ്പിൾ ആണ് സെറോക്സ് എന്നുള്ളത്. സെറോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ കോപ്പി എടുക്കാന്ന് അർത്ഥം. പക്ഷേ ശരിക്കും സെറോക്സ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ കോപ്പി എടുക്കുന്ന ഒരു മെഷീൻ ഇല്ലേ, ആ മെഷീൻസ് ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനിയുടെ പേരായിരുന്നു സെറോക്സ് എന്നുള്ളത്. പക്ഷെ പിന്നീട് അത് എന്തായിട്ട് മാറി? ഈ ഫോട്ടോ കോപ്പി എടുക്കുന്ന പ്രോസസ്സിനെ നമ്മളിപ്പോൾ വിളിക്കാറുള്ളത് സെറോക്സ് എന്നാണ്. ആ കമ്പനീന്റെ നെയിം മാറി അതൊരു ഫോട്ടോ കോപ്പീന്റെ പേരായിട്ട് മാറി. ശരിക്കും അത് ഫോട്ടോ കോപ്പി എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ സെറോക്സ് എടുക്കുക എന്നുള്ളതല്ല. അപ്പൊ ഒരു ബ്രാൻഡിന്റെ നെയിം ഒരു കോമൺ വേർഡ് ആയിട്ട് മാറുന്നതിനാണ് ജനറിഫൈഡ് വേർഡ്സ് എന്ന് പറയാം. എന്നത് കോമൺ എക്സാമ്പിൾ ഈസ് കോൾഗേറ്റ്. നമ്മൾ എല്ലാ ടൂത്ത് പേസ്റ്റിനെയും നമ്മൾ എന്താ വിളിക്കുക? കോൾഗേറ്റ്. കുറേ തരം ടൂത്ത് പേസ്റ്റസ് ഉണ്ട്, കുറേ ബ്രാൻഡ് നെയിംസ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനും കൂടി എന്ത് വിളിക്കും? കോൾഗേറ്റ് എന്നുള്ളത് വിളിക്കും. കോൾഗേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്, പക്ഷെ അതിന് നമ്മൾ എന്താക്കി? ടൂത്ത് പേസ്റ്റുകൾ ഒരു കോമൺ നെയിം ആക്കി മാറ്റി. ദിസ് ഇസ് ജനറിഫൈഡ് വേർഡ്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ബോറോയിങ്സ്. മറ്റ് ലാംഗ്വേജസിൽ നിന്നുള്ള വേർഡ്സ് നമ്മുടെ ലാംഗ്വേജിലേക്ക് എടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ബോറോയിങ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, കിൻഡർഗാർട്ടൻ is borrowed from German, croissant is borrowed from French, sushi is borrowed from Japanese. Next one is prefix. Prefix എന്നുള്ളത് ഒരു വേർഡിന്റെ ആദ്യത്തിൽ ചേർക്കുന്ന ലെറ്റേഴ്സ് ആണ്. പ്രഫിക്സ് ചേർത്താൽ പുതിയ വേർഡ് ഉണ്ടാകും. പലപ്പോഴും അതിന്റെ മീനിങ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഉണ്ടാവാറുള്ളത്. ഫോർ എക്സാമ്പിൾ, പോസിബിൾ എന്നുള്ള വേർഡ് അതിന്റെ ഫ്രണ്ടില് IM എന്നുള്ള ജസ്റ്റ് ലെറ്റേഴ്സ് ആഡ് ചെയ്തു. ഇംപോസിബിൾ അതൊരു നെഗറ്റീവ് വേർഡായി മാറി. ഏബിളിലേക്ക് അണേബിൾ UN എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്തു, നെഗറ്റീവായി മാറി. പേയ്മെന്റ് എന്നുള്ള വേർഡിലേക്ക് നോൺ എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്തു, നെഗറ്റീവായി മാറി. ഇവിടെ IM, UN, നോൺ എന്നിവയാണ് പ്രഫിക്സ് എന്ന് പറയാം. സോ പ്രഫിക്സ് എന്നുള്ളത് ഓർത്തു വെക്കുക, ബിഫോർ ദ വേർഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റ് സഫിക്സ് എന്നുള്ളത് ഒരു വേർഡിനെ എൻഡിൽ ചേർക്കുന്ന ലെറ്റേഴ്സ് ആണ് സഫിക്സ് എന്നുള്ളത്. ഇവിടെ സഫിക്സ് ചേർത്താൽ പുതിയ വേർഡ് ഉണ്ടാകും. പലപ്പോഴും വേർഡ് ക്ലാസ് ഇവിടെ മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നെഗറ്റീവ് അല്ല ഇവിടെ ആവാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഫോർഗെറ്റ് എന്നുള്ളത് ഫോർഗെറ്റിന്റെ ശേഷം FUL ഫുൾ എന്നുള്ളത് ലെറ്റേഴ്സ് ആഡ് ചെയ്തു, ഫോർഗെറ്റ്ഫുൾ എന്നുള്ള പറയുന്ന വേർഡായി മാറി. ഗവേണിന് ശേഷം മെന്റ് എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്തു, ഗവൺമെന്റ് എന്നായി. ക്രിയേറ്റ് അതിനുശേഷം ION ആഡ് ചെയ്തു, ക്രിയേഷൻ ആയി. ഇവിടെ ഫുൾ മെന്റ് ION എന്നുള്ളതാണ് സഫിക്സ് എന്നുള്ളത്. സോ സഫിക്സ് എന്നുള്ളത് ആഫ്റ്റർ ദ വേർഡ് ആഡ് ചെയ്യുന്നതാണ്. അടുത്തതായി ഡിക്ലൻഷൻ. ഡിക്ലൻഷൻ എന്നത് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ് തുടങ്ങിയ വേർഡ്സിന്റെ ഗ്രാമാറ്റിക്കൽ ഫോം മാറുന്നതാണ്. അതായത് ഗ്രാമർ കാരണം വേർഡിന്റെ രൂപത്തിൽ മാറ്റം വരുന്നുള്ളതാണ് ഡിക്ലൻഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഗ്ലാസ് എന്നുള്ള വേർഡ്, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്, അതിൽ കൂടുതൽ ഗ്ലാസിന് പറയുന്നതാണ് ES കൂട്ടിയാൽ അതിൽ കൂടുതൽ ഗ്ലാസുകളായി. ജോൺ എന്നുള്ളത് ജോൺ ഒരാള്, ജോൺസ് അപ്പോസ്ട്രോഫി S വരുമ്പോഴത്തേക്ക് അതെന്തായി? ജോണിന്റെ എന്നുള്ളതായി. സ്മാർട്ട് എന്ന് പറഞ്ഞാല് സ്മാർട്ട് ആയിട്ടുള്ളത്, സ്മാർട്ടർ ER കൂടുന്ന സമയത്ത് അതിലും കൂടുതൽ സ്മാർട്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പുതിയ വേർഡ് ഉണ്ടാകുന്നില്ല, പക്ഷെ ഇവയെല്ലാം ഗ്രാമറിന് വേണ്ടിയുള്ള രൂപങ്ങൾ മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ഡിക്ലൻഷൻ എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ, ബാക്ക് ഫോർമേഷൻ എന്നുള്ളത് ഇത് ഒരു എക്സിസ്റ്റിംഗ് വേർഡിൽ നിന്ന് സഫിക്സ് അല്ലെങ്കിൽ പ്രഫിക്സിൽ എന്ന് തോന്നുന്ന ഭാഗം റിമൂവ് ചെയ്ത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എഡിറ്റർ. ഇതില് OR എന്നുള്ള സഫിക്സ് കട്ട് ചെയ്തിട്ട് എഡിറ്റ് എന്ന പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയാം. ഒരു വേർഡിൽ നിന്ന് ശേഷം വരുന്ന ഭാഗം കട്ട് ചെയ്ത, അതായത് സഫിക്സ് കട്ട് ചെയ്തു എന്നർത്ഥം. ഇനി അതേപോലെ മുമ്പത്തെ ഭാഗം കട്ട് ചെയ്ത പ്രഫിക്സ് കട്ട് ചെയ്തു എന്നർത്ഥം. അങ്ങനെ പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയാം. അതൊരു എക്സാമ്പിൾസ് നോക്കാം. ടെലിവിഷൻ എന്ന് പറയുന്ന വേർഡ്, ഇതിൽ നിന്ന് ION കട്ട് ചെയ്തിട്ട്, അതായത് സഫിക്സ് കട്ട് ചെയ്തു, എന്നിട്ട് പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്തു, ടെലിവൈസ് എന്നുള്ളത്. ഡൊണേഷൻ എന്ന് ION സഫിക്സ് കട്ട് ചെയ്തു, ഡൊണേറ്റ് എന്നുള്ള വേർഡ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലക്ഷൻ വേഴ്സസ് ഡെറിവേഷൻ. ഇൻഫ്ലക്ഷൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഗേൾസ്. ഇവിടെ ഗേൾസ് എന്നുള്ളത് ഒരു പുതിയ വേർഡാണോ? നോ, ഗേൾ തന്നെയാണ്. ഇവിടെ ഗ്രാമറിൽ പ്ലൂറൽ ആയത് മാത്രമാണ്. മറ്റൊന്ന് നോക്കാം, വാക്ക്ഡ് എന്നുള്ളത് ഒരു പുതിയ വേർഡ് അല്ല. വാക്ക് എന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാക്ക്ഡ് എന്നുള്ളത്. ഇത്തരത്തിൽ ഗ്രാമറിന് വേണ്ടിയുള്ള മാറ്റത്തെയാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഗേൾസ് ആവാ, വാക്ക്ഡ് ആവാ, സിംഗിങ് ആവാ, ഇങ്ങനെയുള്ളതാണ് ഇൻഫ്ലക്ഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം, ഹാപ്പി, അൺഹാപ്പി. ഹാപ്പി എന്നുള്ള വേർഡിലേക്ക് അൺ എന്ന് പറയുന്ന വേർഡ് പ്രഫിക്സ് ആയിട്ട് ചേർത്തതാണ് അൺഹാപ്പി എന്നുള്ളത്. ഇവിടെ
മീനിങ് മാറിയോ? യെസ്. ഹാപ്പി എന്നുള്ളത് സന്തോഷം, അൺഹാപ്പി എന്നുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സന്തോഷമില്ല. ഇനി റീഡ്, റീഡബിൾ. റീഡ് ഒരു വേർബ് ആണ്, റീഡബിൾ ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ഒരു പുതിയ വേർഡാണ് രൂപപ്പെടുന്നുള്ളത്, മീനിങ്ങും ഇവിടെ മാറി. ഇത്തരം മാറുന്ന വേർഡിനെയാണ് ഡെറിവേഷൻ എന്ന് പറയാ. ഒരു വേർഡിൽ നിന്ന് പിന്നെ ഒരു വേർഡ് കിട്ടുന്നതിനാണ് നമുക്ക് ഡെറിവേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മോഡേൺ, മോഡേണൈസ്, എഡ്യൂക്കേറ്റ്, എഡ്യൂക്കേഷൻ. സോ ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാമറിൽ മാറ്റം വരുന്നില്ല, ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ വേർഡ് തന്നെ ഉണ്ടാവാണ് ചെയ്യുന്നുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലെക്ഷൻ ആൻഡ് ഡെറിവേഷൻ നോക്കാം. ഫസ്റ്റ് വൺ, പാർട്സ് ഓഫ് സ്പീച്ച്. ഇൻഫ്ലെക്ഷനിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു മാറ്റവും വരുന്നില്ല, ഡെറിവേഷനിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ മാറ്റം വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലെക്ഷനിൽ സിറ്റ് സിറ്റ്സ് ആവും, ബോയ് ബോയ്സ് ആവും, ഗേൾ ഗേൾസ് ആവും, അങ്ങനെയുള്ളത്. മറ്റേതിൽ ഡെറിവേഷനിൽ റീഡ് റീഡബിൾ ആയി മാറും. റീഡ് എന്ന് പറയുന്ന വേർബ് റീഡബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. രണ്ടാമത്തത് ഓർഡർ ഓഫ് സഫിക്സ് എന്നുള്ളത്. ഒരു വേർഡിൽ ഡെറിവേഷൻ സഫിക്സ് ആദ്യം വരും, ഇൻഫ്ലെക്ഷണൽ സഫിക്സ് അതിനുശേഷമാണ് വരുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മോഡേൺ, മോഡേണൈസ്, മോഡേണൈസസ്. അതായത് മോഡേൺ എന്നുള്ള വേർഡ് മോഡേണൈസ്, അതായത് ഡെറിവേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. സോ നമ്മൾ ശേഷം ചേർക്കുന്നതിനാണ് സഫിക്സ് എന്ന് പറയാ. സോ ഒരു വേർഡിൽ നിന്ന് ആദ്യം വരുന്നത് എന്താണ്? ഡെറിവേഷണൽ സഫിക്സ് ആണ്, അതിനുശേഷമാണ് ഇൻഫ്ലെക്ഷണൽ സഫിക്സ് ആയിട്ടുള്ള എസ് ചേർക്കുന്നുള്ളത്. ദെൻ മൂന്നാമതായി പറയുകയാണെങ്കിൽ മീനിങ്ങിനെ പറ്റിയിട്ട്, ഇൻഫ്ലെക്ഷനിൽ മീനിങ് മാറുന്നില്ല, ട്രീ ട്രീസ് ആവാണ് ചെയ്യുന്നുള്ളത്, പ്ലൂറൽ മാത്രമായിട്ടാണ് മാറുന്നുള്ളത്. പക്ഷെ ഡെറിവേഷനിൽ അങ്ങനെയല്ല, മീനിങ് തന്നെ മാറിപ്പോകുന്നുണ്ട്. വാഷ്, വാഷബിൾ, റീഡ്, റീഡബിൾ, അതുപോലെ മീനിങ് തന്നെ മാറുന്നുണ്ട്. ദിസ് ആർ ദ ഡിഫറൻസസ്. Hope you got it. Best luck for your exams. Thank you. Bye. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.